ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 250-ാം ദിവസം സൂറത്തുൽ ബഖറ 243. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗതി ഫഖാല ലഹുമുല്ലാഹു മൂതൂ സുമ്മ അഹ്യാഹും ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. മരണഭയത്താൽ വീട് വിട്ടിറങ്ങിയ ജനത്തെ, അവർ അനേകായിരങ്ങളുണ്ടായിരുന്നു, ആ ജനത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലയോ? അള്ളാഹു അവരോട് കൽപ്പിച്ചു, മരിച്ചുകൊള്ളുവിൻ. പിന്നീടവൻ അവരെ വീണ്ടും ജീവിപ്പിച്ചു. അള്ളാഹു മനുഷ്യരോട് ഏറെ ഔദാര്യമുള്ളവനല്ലോ. പക്ഷേ അധിക ജനവും നന്ദി കാണിക്കുന്നില്ല. ഇവിടെ മറ്റൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്താനും ധനത്യാഗം വരിക്കാനും ഇതിൽ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇസ്രായേല്യർ അവസാനം അധപ്പതനത്തിനിരയാകാൻ കാരണമായ ദൗർബല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുന്നു. മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് 1.5 വർഷമായി മദീനയിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. അവിശ്വാസികളുടെ അക്രമമർദ്ദനത്താൽ ഗതിമുട്ടിയ തങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം നൽകണമെന്ന് ഇടയ്ക്കിടെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ യുദ്ധം ചെയ്യാൻ കൽപ്പന ലഭിച്ചപ്പോഴോ അവരിൽ ചിലർ പിറകോട്ട് മാറാൻ തുടങ്ങി. അതിനാൽ ഇസ്രായേല്യരുടെ ചരിത്രത്തിലെ 2 പ്രധാന സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പാർക്കാനിടമില്ലാതെ മരുഭൂമിയിൽ തെണ്ടിത്തിരിഞ്ഞ് ഒരഭയകേന്ദ്രത്തിന് തിടുക്കം കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കനാന്യരെ ഫലസ്തീനിൽ നിന്ന് പുറത്താക്കി ആ പ്രദേശം പിടിച്ചടക്കാൻ മൂസാ അലൈഹിസ്സലാം അവരോട് കൽപ്പിച്ചപ്പോൾ അവർ ഭീരുത്വം കാണിക്കുകയും മുമ്പോട്ടു പോകാൻ കൂട്ടാക്കാതിരിക്കുകയുമാണ് ചെയ്തത്. അള്ളാഹു അവരെ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞുതിരിയാൻ വിട്ടു. അവരുടെ തലമുറ അവസാനിച്ച് മറ്റൊരു തലമുറ വളരുകയും ചെയ്തപ്പോൾ കനാനികളുടെ മേൽ അള്ളാഹു അവർക്ക് വിജയം നൽകി. ഈ കാര്യത്തെയാണ് മരണമെന്നും വീണ്ടും ജീവിതമെന്നും പറഞ്ഞുകൊണ്ട് വിവക്ഷിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.